ഈ അങ്കോറ എന്ന് പഠിച്ചു ഒരു മുളക്. ഒരു 5-6 അടി ഹൈറ്റിൽ മാത്രം വളരുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ മുകളിൽ ഏകദേശം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മുൾക്കിരീടത്തിൽ ഏകദേശം 600 മുള്ളുകളോളം ഉണ്ടായിരുന്നു എന്നത്. ഈ മുൾക്കിരീടം അവരുടെ സേഫ് ആയിട്ടാണ് പിടിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരുടെ തലയിലോട്ട് വെച്ചിട്ട് ഒരു പലകക്കെട്ടുകൊണ്ട്, ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്ന പലകക്കെട്ടുകൊണ്ട് ഒരൊറ്റ അടി കൊടുത്ത് തലയിലോട്ട് വെച്ചിട്ട് ഈ മുള്ളുകൾ തലയൊട്ടിയിലേക്ക് ആഴ്ന്നിറങ്ങി. ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, പല മുള്ളുകളും കൺപിടികൾ തുളച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ മുള്ളുകൾ കയറിയ ആ ഭാഗത്തുള്ള ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ണിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. ശരീരം മുഴുവൻ ഇങ്ങനെ മുള്ളുകൾ കയറിയ ഭാഗത്ത് ഒഴുകുന്ന രക്തം ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. ഒരു മുള്ളൊന്ന് പോറലേറ്റാൽ മണിക്കൂറുകളോളം വേദന കൊണ്ട് തുടയുന്ന അനുഭവത്തിലുള്ള ആ മുള്ളുകൾ ഒരു തലയിലേക്ക് ഇങ്ങനെ അടിച്ചിറക്കിയപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വേദന ഒന്ന് സങ്കല്പിച്ചു നോക്കി. എന്തിനായിരുന്നു നമ്മുടെ കർത്താവ് ഇത്രയേറെ വേദനകൾ സഹിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ പാപങ്ങൾ അത്രയേറെ വലുതായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ പാപങ്ങൾ കുറവായിരുന്നുവെങ്കിൽ അവൻ ഇത്രയും വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് തീരുന്നില്ല. ഒരു പടയാളി ഒരു ചാട്ടവാർ എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ആ ചാട്ടവാർ നമ്മുടെ കെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ വലിയൊരു ചാട്ടവാറിന്റെ അറ്റത്ത് ഈയ കട്ടകള്, കൊളുത്തുകള്, എല്ലിൻ കഷ്ണങ്ങള് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഈ കെട്ടിയിട്ടിരിക്കുന്നതായ സാധനങ്ങള് ആ വടിയുടെ അറ്റത്ത്, ഈ ചട്ടവാറിന്റെ അറ്റത്ത് 5-6 ചങ്ങലകളായിട്ട് കിടപ്പുണ്ട്. ഈ ചങ്ങലകളിലാണ് ഓരോ ചങ്ങലകളിലും ഈയൽക്കട്ട, കൊളുത്ത്, ഈ ചൂണ്ടക്കൊളുത്ത് പോലതായി കൊളുത്ത്, എല്ലിൻ കട്ടകൾ തുടങ്ങിയതായ പല സാധനങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ സാധനമായിട്ടൊരു പടയാളി ഇങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ വായുവിലിട്ടിങ്ങനെ ഇത് ചുഴറ്റുന്നുണ്ട്. ഇങ്ങനെ ചുഴറ്റുമ്പോൾ വല്ലാത്തൊരു ശീൽക്കാര ശബ്ദമാണ്. അത്രയേറെ ഭാരമേറിയതായ സാധനമാണ് ഈ കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്നതായ ചാട്ടവാറ് കൊണ്ട് യേശുദാസനെ ഒരൊറ്റ അടി അടിക്കുമ്പോൾ അവരെ ശരീരം മുഴുവൻ ചുറ്റി പിണഞ്ഞു വരും. എന്നിട്ട് ആ ചാട്ടവാർ ഒരൊറ്റ വലിക്കുമ്പോൾ ഈ ചൂണ്ടക്കൊളുത്തുകൾ കൊളുത്തിയിരുന്ന ഭാഗങ്ങളുള്ളതായ മാംസ കഷ്ണങ്ങൾ അടർന്നിളകി തെറിച്ചു പോവുകയാണ്. ചൂണ്ടക്കൊളുത്തുകൾ കൊളുത്തിയതായ അസ്ഥികള് അതൊടിഞ്ഞു നുറങ്ങുകയാണ്. ഒന്ന് ഓർത്തു നോക്കണം, ഒരു പോറിലേറ്റാൽ എത്രമാത്രം വേദന ഉണ്ടാകും. ഇത് ഒരടിയല്ല കൊടുക്കുന്നത്. അവന്റെ ശരീരത്തിൽ ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ മുറിവില്ലാത്ത ഒരു ഭാഗം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ ശരീരം വികൃതമായി. അതുകൊണ്ടാണ് യെശയ്യാവ് എഴുതുന്നത്, അവന് നോക്കുമ്പോൾ അവന് രൂപഗുണമില്ല, അവന് സൗന്ദര്യമില്ല, കണ്ടാലും കണ്ണു മറച്ചു വെച്ചതക്കവണ്ണം അവൻ വികൃത രൂപിയായി പോയി എന്ന്.